സിനിമാസ്വാദകരെയും മലയാളികളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കാന്താര 2 എന്ന സിനിമയുടെ സെറ്റിൽ നിന്നും പുറത്തുവരുന്നത്. നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജു സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞുവെന്നാണ് വിവരം. ചിത്രീകരണം പുരോഗമിക്കുന്ന ബംഗളൂരുവിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ത്യം. കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് പുലർച്ചെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓഡിഷൻ വഴിയാണ് നിജുവിന് സിനിമയിൽ അവസരം ലഭിച്ചത്. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി സ്വദേശിയായ നിജുവിന് 43 വയസ്സായിരുന്നു. 25 വർഷമായി മലയാള മിമിക്രി മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു നിജു. ശേഷം ഈ അടുത്ത കാലത്താണ് കലാഭവനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ചെറിയ സിനിമകളിൽ വേഷമിട്ട നിജുവിന് മാളികപ്പുറം എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ലഭിച്ചിരുന്നു. തുടർന്ന് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രത്തിലും വേഷമിട്ടു. അതേസമയം കാന്താര 2 സിനിമയുടെ സെറ്റിൽ വെച്ച് മരണമടയുന്ന രണ്ടാമത്തെ മലയാളിയും മൂന്നാമത്തെ നടനുമാണ് നിജു. സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകട വാർത്തകളും ദുരൂഹമായി അവശേഷിക്കുകയാണ്. 2 ആഴ്ച മുൻപാണ് കാന്താര ചാപ്റ്റർ 1-ൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരിച്ചത്. ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു 33-കാരനായ രാകേഷിന് ഹൃദയാഘാതമുണ്ടായത്. ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. കഴിഞ്ഞ മാസമാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ വൈക്കം സ്വദേശിയ യുവാവ് ഉടുപ്പി ജില്ലയിലെ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചത്. മെയ് 6-നായിരുന്നു ആ സംഭവം നടന്നത്. തെയ്യം കലാകാരനായ കപിൽ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിരുന്നു. കപിലിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. കാന്താര ചാപ്റ്റർ 2-ന്റെ ചിത്രീകരണത്തിനിടെ ഇതിനു മുൻപും നിരവധി തിരിച്ചടികൾ നേരിട്ടിരുന്നു. നവംബറിലാണ് മുതൂരിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും ഗുരുതരമായി പരുക്കേൽക്കാത്തത് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇതിന് പിന്നാലെ മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് തകർന്നതും വാർത്തയായിരുന്നു. അതേസമയം ഈ വർഷം ഒക്ടോബർ 2-നാണ് കാന്താര 2-ന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.